കേരളമൊട്ടാകെ UDFന് അനുകൂലമായ ഒരു തരംഗം ഉയർന്നു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി എല്ലാവരും ഒരുമിക്കുന്നൊരു കാഴ്ചയാണ്. ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട്. കേരളത്തിൽ UDF വൻപിച്ച മുന്നേറ്റം നടത്താൻ പോവുകയാണ്. ഒരിക്കലുമല്ല. വെൽഫെയർ പാർട്ടി മുന്നണിക്കകത്തില്ല. പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികൾ, സംഘടനകൾ, പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെൻ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രത്യേകത അതാണ്. എല്ലായിടത്തും ഉണ്ടാകും. ചില സംഘടനകളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോൾ ആളുകൾ ബന്ധപ്പെട്ടിരിക്കും. അതിൻ്റെ അർത്ഥം വെൽഫെയർ പാർട്ടിയെ UDFൽ എടുത്തു എന്നുള്ള പ്രചരണമാണ്. അത് CPMൻ്റെ പ്രചരണമാണ്. ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയെയും SDPIയുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഈ CPMക്കാർ എല്ലാ കാലത്തും. അല്ല, അത് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു വാർഡിൽ ആരെങ്കിലും വെച്ചതാകും. പക്ഷേ ഞാൻ വളരെ വ്യക്തമാക്കുന്നു, UDFനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല. UDFൽ അവരെ എടുത്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോക്കലായ ഇലക്ഷനാണ്. ലോക്കലായ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രായിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സംഘടനകളുമായി, പ്രസ്ഥാനങ്ങളുമായും വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട്. ഇല്ല, അങ്ങനെ മുന്നണി പ്രവേശനത്തെ പറ്റി അവരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. കാരണം പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. ആ ഭയം കൊണ്ടാണ് പത്മകുമാറിൻ്റെ പേരിൽ, അതോടൊപ്പം തന്നെ വാസുവിൻ്റെ പേരിലൊന്നും പാർട്ടി നടപടി എടുക്കാത്തത്. പാർട്ടി നടപടി എടുത്താൽ അവർ പലതും വിളിച്ചു പറയും. അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. അദ്ദേഹം പറഞ്ഞതെന്താ? ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണെന്നാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ്, അല്ലാതെ പിന്നെ ആരാണ്? അപ്പം അതുകൊണ്ടാണ് പത്മകുമാറിൻ്റെ പേരിൽ നടപടി ഉണ്ടാകാത്തത്. തീർച്ചയായിട്ടും എത്തും. ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം. ഇപ്പോൾ ഓരോ ദിവസം വരുന്ന വാർത്തകൾ കാണുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടുണ്ടാകും. ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന്, ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPMന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2 തവണ കഴിഞ്ഞ 10 വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്. അവരുടെ മന്ത്രിമാരാണുള്ളത്. ശബരിമലയിലെ 30.8 കിലോ സ്വർണം, വിജയമല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അയ്യപ്പനെ കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടുകയുമില്ല. അതൊക്കെ പറഞ്ഞതല്ലേ മോളെ, എല്ലാ ദിവസവും. ഇല്ല, അതൊക്കെ പറഞ്ഞ ഞാൻ എത്ര ദിവസം, 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വേണ്ട. അല്ല, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ 3-4 തവണ നമ്മൾ വിശദീകരിച്ചാണ്. അത് ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം CPM എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.